അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ ഒരു എപ്പിസോഡാണിത്. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാർപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഓപ്ഷൻ എന്താണ്, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ വാർപ്പ് ടൂൾ എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിനൊരു ഗ്രേഡിയൻ്റ് കൊടുക്കും. ഗ്രേഡിയൻ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കളർ കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു കളർ നോക്കിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് RGB, CMYK അതുപോലെ HSB എന്ന് കിടപ്പുണ്ട്. അപ്പം RGBയിൽ നമുക്ക് ഈ കളേഴ്സ് നമുക്ക് ഇത്തിരി കൂടെ ലൈറ്റ് ആവണം, ഇത്തിരി കൂടെ ഡാർക്ക് ആവണം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാടാണ്. നമ്മൾ ഇതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ RGB വെച്ചുള്ള കോമ്പിനേഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അതിന് നമുക്ക് ഈ HSB എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള കളർ ഇത്തിരി കൂടെ ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ്നസ്സിൻ്റെതാണ്. ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ് എന്നാണ്. ബ്രൈറ്റ്നസ് ഇങ്ങോട്ട് കുറച്ചാൽ മതി. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടും. അതേപോലെ സാച്ചുറേഷൻ ഉണ്ട്, ഹ്യൂ ഉണ്ട്. പേര് കളർ എടുത്തിട്ട് ഞാൻ ഇത്തിരി കൂടി ഡാർക്ക് ആക്കണമെങ്കിൽ ഇങ്ങോട്ട് നീക്കിയാൽ മതി. അതേപോലെ ഇതും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതെനിക്ക് ഇത്തിരി കൂടെ ഒരു ലൈറ്റ് കളർ എടുക്കാൻ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ലൈറ്റ് കളർ എടുത്തപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങറ്റം വന്ന് നിൽക്കുന്നത്. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഡാർക്ക് ആവും. നമ്മൾ RGBയിൽ യൂസ് ചെയ്യുന്നതിനെ കട്ട് ചെയ്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്, ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഡാർക്ക്. ഇതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ സ്ട്രോക്ക് ഞാൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ വാർപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോയിട്ട് വാർപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ആദ്യത്തെ ഓപ്ഷനോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം. കുറച്ച് ആദ്യം ഒന്ന് സൂം ഔട്ട് ചെയ്യാം. കുറച്ച് എഫക്റ്റ്, വാർപ്പ്, ആർക്ക് എടുത്ത് എങ്ങനെയായിരിക്കും, ഞാനിത് ഓരോന്നൊന്ന് എടുത്ത് കാണിച്ചു തരാം. ആർക്ക് ലോവർ, ആർക്ക് അപ്പർ, ആർച്ച്, ബൾജ്, ഷെല്ല് ലോവർ, ഷെല്ലപ്പർ, ഫ്ലാഗ്, വേവ്, ഫിഷ്, റൈസ്, ഫിഷായി, ഇൻഫ്ലൈറ്റ്, സ്ക്വീസ്, ട്വിസ്റ്റ്. ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്ലാഗ് എന്നുള്ള എടുക്കുകയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കർവ്സ്, ഈ വളഞ്ഞിരിക്കുന്ന ഈ ബെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബെൻഡ് ആവണം എന്നുള്ളത് കൊടുക്കാം. അതേപോലെ വെർട്ടിക്കലായിട്ട് ബെൻഡ് ആവണത് എത്ര വേണം, അതേപോലെ ഹൊറിസോണ്ടലായിട്ട് എത്ര വേണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വെർട്ടിക്കൽ 0 തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഹൊറിസോണ്ടൽ മാക്സിമത്തിൽ ഞാൻ കൊണ്ടുവച്ചു. ഇനി ഞാൻ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ ഈ സെലക്ഷൻ ടൂൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിനർത്ഥം ഈ ഒരു ഇത് ഷേപ്പ് ഒരു എഫക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഷേപ്പ് ഇതിലോട്ട് മാറിയിട്ടില്ല. നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ പ്രോപ്പർട്ടീസ് പാനലിൽ വരുന്ന സമയത്ത് ഇവിടെ ആ ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പിയറൻസ് എന്ന് പറയുന്ന ഇതിൽ ഈ ഒരു ഓപ്ഷൻ കാണും. അപ്പിയറൻസ് എന്നുള്ളത് ഇവിടെ കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്പിയറൻസ് ഉണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ ഒരു രീതി, ആ ഒരു ഷേപ്പ് മാറി. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ആകുമ്പോഴും ആ ഒരു എഫക്റ്റ് അപ്ലൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ളത് ഇത് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒബ്ജക്റ്റ് പോയതിന് ശേഷം എക്സ്പാൻഡ് അപ്പിയറൻസ് എന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും പ്രശ്നമൊന്നും വരില്ല. കണ്ടില്ലേ? ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കാം. ഒന്ന് ഇവിടെ
എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു വിളക്ക് പോലെ ചുമ്മാ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് ഇവിടെ ഒന്ന് വയ്ക്കാം. എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അതിന് ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചിട്ട് Ctrl+Shift+Left സ്ക്വയർ ബ്രാക്കറ്റ് അടിക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ പോകും. ഇനി അതിന് നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കാം. ഇതിപ്പോൾ സ്ട്രോക്കാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് സ്ട്രോക്കിലാണ് ഇപ്പോൾ കളർ വന്നിട്ടുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ ഇത് ക്ലിക്ക് ചെയ്യാം. ഇനി സ്ട്രോക്ക് സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കാം. ഇനി ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് ഇവിടെ എഴുതാം. 20% ഓഫ്. വലുതാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു വൈറ്റ് കളർ കൊടുക്കാം. ഒരു ഫോണ്ട് കൊടുക്കാം, റോബോട്ടോ ബ്ലാക്ക്. നമുക്ക് ഈ ഒരു വാർപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ എഫക്റ്റ് വാർപ്പ് എടുക്കുക. ഇതിൽ ഷെല്ലോവർ നമ്മൾ നേരത്തെ കൊടുത്ത ഹൊറിസോണ്ടൽ കണ്ടില്ലേ, ഈ നമ്മൾ 100% കൊണ്ടുവച്ചത്. അപ്പോൾ അത് തന്നെ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അത് നമുക്ക് പഴയ പോലെ ആക്കണമെങ്കിൽ ഇത് സ്ലൈഡറിങ് നീക്കി ആക്കിയാൽ മതി. ഓക്കെ, ഇത് കൊള്ളാം. ഇതിപ്പോഴും ആ ഒരു ടെക്സ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് മൗസ് വയ്ക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ടൂൾ എടുത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഗ്രോസറി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് അതിലും അപ്ലൈ ആവും. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കുക. അതാണ് നിങ്ങൾക്ക് ഇന്നുള്ള അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. വാർപ്പ് ടൂൾ എന്ന് പറയുന്നത് നമുക്കിതുപോലെ പലയിടത്ത് നമ്മളുടേതായ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് പലയിടത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ടൂൾസും അങ്ങനെ തന്നെയാണ്, ഞാൻ പല വീഡിയോസിലും പറയാറുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി വാർപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ ഉപയോഗിക്കും, നമ്മൾ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മളുടെ ഒരിതാണ്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് നോക്കണ അനുസരിച്ച് നമുക്കത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.